വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. ഇന്ന് കുറച്ച് ഓർഗനൈസിങ്ങും കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനായിട്ട് കാണുക ട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം നമ്മൾ വെജിറ്റബിൾ ബോക്സിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുന്ന ബോക്സാണ് ട്ടോ അത്. അപ്പോൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നേരിട്ട് അതുപോലെ തന്നെ വെക്കുക ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ അടിയിലൊരു കോട്ടൻ്റെ തുണിയാണ് ട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വിരിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ബോക്സിൽ കറ പിടിക്കുന്ന പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇത് ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ആ തുണിയിലേക്ക് വലിച്ചെടുത്തോളും. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും വെച്ച് കഴിഞ്ഞാൽ തക്കാളി മാത്രം ഇതുപോലത്തെ സഞ്ചികൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ തക്കാളി മാത്രം അങ്ങനെ വെക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി മാത്രം എപ്പോഴും അടിയിലൊക്കെ പോയി പെട്ട് കിടന്നു കഴിഞ്ഞാൽ വേഗം അത് കേട് വന്നില്ല എല്ലാ പച്ചക്കറിൻ്റെ വെയിറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതൊരു തുണിൻ്റെ ഒരു മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് ഇതിലുള്ള വെള്ളവും അത് വലിച്ചെടുത്തോളും. അപ്പോൾ പിക്കപ്പുകളിൽ അധികം ആരും വെക്കാണ്ടിരിക്കുക കേട്ടോ. അതുപോലെ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് ഇതുപോലെ അടിയിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് കൊട്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് കളഞ്ഞാൽ മാത്രം മതി. കൗണ്ടർ ടോപ്പിൽ ഒട്ടും ചളിയാവില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം കേട്ടോ. അടുത്ത ദിവസത്തേക്ക് നമുക്ക് കാലത്തെണീറ്റ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നവരോ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഇതുപോലെ പച്ചക്കറികളൊക്കെ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അടിയിൽ ന്യൂസ് പേപ്പർ തന്നെയാണ് കേട്ടോ വിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടാമല്ലോ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പേപ്പർ ചുരുട്ടിയിട്ട് അത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് തൊലി കളഞ്ഞതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നേരിട്ട് ഇതിന് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഞാൻ ലിങ്ക് ഇതിൽ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ പച്ചക്കറികൾ അടുത്ത ദിവസം സാമ്പാർ വെക്കാനാണ് കേട്ടോ പ്ലാനിങ്. അപ്പോൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്തേക്ക് കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ഒന്നും അരിയാനോ ഒന്നും നിൽക്കണ്ട, വേഗം തന്നെ നമുക്ക് കുക്കിംഗ് തുടങ്ങാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു കറി എന്താണോ വെക്കുന്നത് അതിന് വേണ്ട എല്ലാ സാധനങ്ങളും തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുക കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കളർ ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ അത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഞാൻ എന്തായാലും അത് മാത്രം എന്തായാലും കാലത്ത് കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബോക്സൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോസ് കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഓരോന്നിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല യൂസാണ് കേട്ടോ. ശരിക്കും എനിക്കിനി ഇത് ഒന്നും കൂടി വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറച്ച് വലുത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ മത്തനാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒറ്റ ബോക്സിൽ കൊള്ളിക്കാമല്ലോ. ഇത് കുറച്ച് ചെറുതായി പോയി. അപ്പോൾ ഇതിൻ്റെ വലുതൊന്ന് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചെറുത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും വേണം കേട്ടോ. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ബോക്സിലിട്ട് വയ്ക്കുകയെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇതിൽ ഒന്നാമത് ഈർപ്പം അടിയിലൊന്നും പോകുന്നതാണ്, ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. ആ 6 ബോക്സിൽ ഒരെണ്ണം ഞാൻ കറിവേപ്പില ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ കറിവേപ്പില എന്തായാലും ഞാൻ കഴുകിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം അടിയിലേക്ക് പോകുമ്പോൾ അത് വലിച്ചെടുക്കാനായിട്ട് അടിയിൽ ചെറിയൊരു പീസ് അതിൻ്റെ അതേ അളവിൽ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് കേട്ടോ ഈ കറിവേപ്പില ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് കൊടുത്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഒന്നാമത് ഇതിൻ്റെ അടിയിൽ ഹോൾസ് ഉണ്ട്, അതിൽ കൂടെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴേക്ക് പൊയ്ക്കോളും. താഴയിൽ വേറൊരു ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്നോളും കേട്ടോ. ഞാൻ എന്തായാലും ടിഷ്യൂ പേപ്പർ ഉള്ളതുകൊണ്ടൊന്ന് വെച്ചു എന്ന് മാത്രം. ഇതെന്തായാലും നിങ്ങൾ വാങ്ങിക്കോട്ടെ, നല്ല യൂസ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നിങ്ങൾക്കും കാണുമ്പോൾ ഒന്ന് വാങ്ങിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ. അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതുപോലെ തന്നെ ഇതിൽ മൂടിയിൽ വാഷറും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല ടൈറ്റ് തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും ഈ ഉള്ളിലെ ചെറിയ ബോക്സുകൾ മാറ്റിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ, ഷൂ വാങ്ങിക്കുമ്പോഴും അതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ബോക്സുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ബോക്സിൻ്റെ മുകൾ വശം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതിലേക്ക് ഇതുപോലെ പാക്കറ്റുകളൊക്കെ നമ്മൾ വാങ്ങില്ലേ, പൊടികളൊക്കെ, ആ പൊടികളൊക്കെ ഇതേപോലെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇതിന് സെപ്പറേറ്റ് നമ്മൾ ബോക്സോ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല.
ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ദേ ഇതുപോലെയും നമുക്ക് പൈസ ചിലവില്ലാതെ തന്നെ ദേ ഇതുപോലെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് മാറ്റണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ചതല് പിടിക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എടുത്ത് നോക്കണം. അപ്പോൾ ദേ ഞാൻ ഇങ്ങനെയുള്ള പൊട്ടിക്കാത്ത പാക്കറ്റുകളെല്ലാം ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേ ഈ ഒരു ബോക്സിൽ ഞാൻ സ്പൂണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെക്കാനായിട്ട് ദേ ഇങ്ങനൊരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ കൂടുതലും അതിനുള്ളിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പെടുക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ കറയാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ദേ ഇതുപോലൊരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റീലിലേക്ക് ഒട്ടും വെള്ളം ആവില്ല, ഒന്നും ആവില്ല കേട്ടോ. നല്ല യൂസാണ് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ആ നേരത്തെ കാണിച്ച വൈറ്റ് ബോക്സില്ലേ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മക്കളുടെ പെൻസില്, പെന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ കിടക്കുന്നതും അതുപോലെ ഈ ബെൽറ്റ് കാര്യങ്ങൾ വീട്ടിൽ അല്ലറ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഈ ക്രീമുകളും അതൊക്കെ വെക്കാനായിട്ട് നല്ല യൂസാണ് കേട്ടോ. മറ്റേത് ഓരോന്നായിട്ട് വെക്കുന്ന സമയത്ത് വീണ് വീണ് പോവും. ഇതാവുമ്പോൾ എല്ലാം അടുക്കി പെറുക്കി നല്ല വൃത്തിക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സും ഞാൻ ഇനി വീണ്ടും ഒന്ന് ഓർഡർ ചെയ്യണമെന്നുണ്ട്. അത്രയ്ക്കും ക്വാളിറ്റിയും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതെന്തായാലും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും നല്ല യൂസാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കിടന്നതുപോലെ തന്നെ അതുപോലെയല്ല, ഭയങ്കര വൃത്തികേടായി കിടന്നിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വെച്ചപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഒന്ന് നമ്മൾ ഈ അടച്ചു വയ്ക്കുന്ന സാധനങ്ങളുണ്ടാവില്ലേ, ബോക്സുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കോ റൂമുകളിലേക്കൊക്കെ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് കംഫർട്ട് കുറച്ച് ഒഴിക്കുക കേട്ടോ. ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെള്ളമാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യണതിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയി കാണുക കേട്ടോ. ഇത് ഞാൻ വെള്ളം ചേർക്കുന്നില്ല, അങ്ങനെ തന്നെ ടിഷ്യൂ പേപ്പറിൽ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ടിത് കുറച്ച് ചെറുതായിട്ടൊന്ന് മടക്കി എടുക്കുക കേട്ടോ. ഒരു 4 മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റൂമുകളിലോ തലയാണിൻ്റെ ഉള്ളിലോ തലയാണിൻ്റെ കവറില്ലേ അതിൻ്റെ ഉള്ളിലേക്കോ ഇല്ലെങ്കിൽ ഇതുപോലെ ബോക്സുകളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷെൽഫ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അതുപോലെ റൂമിലേക്ക് പോകുന്ന സമയത്ത് റൂമിലൊക്കെ നല്ല സ്മെല്ലായിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഓർഗനൈസിങ് കേട്ടോ. ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കപ്പും കാര്യങ്ങളും എപ്പോഴും കൗണ്ടർ ടോപ്പിൽ കാണില്ല. എത്ര പ്രാവശ്യം കഴുകി എടുത്ത് വെച്ചാലും വീണ്ടും അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിങ്കിൻ്റെ മുകളിൽ തന്നെ ഹാങ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈസി ആയിട്ട് കഴുകിക്കഴിഞ്ഞാൽ തൂക്കിയിടാനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനൊക്കെ നല്ല യൂസാണ്. സാധനം ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലൊരു സ്ക്രൂ ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ. ആ സ്ക്രൂ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ചെറുതായിട്ടൊന്ന് താന്ന് നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതും പർച്ചേസ് ചെയ്തോട്ടാ. നെക്സ്റ്റ് വീഡിയോ ഇതിൽ കാണിച്ച പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ അല്ലാതെയും കുറേ പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടി ചേർന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറിങ് കൂടി ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.